ആ രാത്രി പെയ്ത കനത്ത മഴയേക്കാൾ തണുപ്പായിരുന്നു രാഘവന്റെ വാക്കുകൾക്ക്. നഗരത്തിന്റെ വിജനമായ ആ റോഡരികിൽ 8 മാസം ഗർഭിണിയായ മേരിയെ കാറിൽ നിന്നും തള്ളി പുറത്താക്കുമ്പോൾ അവന്റെ കണ്ണുകളിൽ ദയയുടെ ഒരു കണിക പോലും ഉണ്ടായിരുന്നില്ല. ആകാശത്ത് ഇടിമിന്നലുകൾ വെട്ടിപ്പായുന്നുണ്ടായിരുന്നു. വന്യമായ കാറ്റ് മരങ്ങളെ ഉലച്ചുകൊണ്ടിരുന്നു. ചെളി നിറഞ്ഞ ആ റോഡിലേക്ക് വീണ മീര കഠിനമായ വയറുവേദനയോടെ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. അവൾ കാറിന്റെ വാതിലിൽ ബലമായി പിടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, രാഘവ്, എന്നോട് ദയ കാണിച്ചില്ലെങ്കിലും നമ്മുടെ വയറ്റിൽ വളരുന്ന ഈ കുഞ്ഞിനെ ഓർത്തെങ്കിലും എന്നെ ഇങ്ങനെ വഴിയിൽ ഉപേക്ഷിക്കരുത്. ഈ അർദ്ധരാത്രിയിൽ കനത്ത മഴയത്ത് ഞാൻ എങ്ങോട്ട് പോകും? എനിക്ക് ഈ ലോകത്ത് നിങ്ങളല്ലാതെ മറ്റാരുമില്ല. എന്നാൽ രാഘവന്റെ മുഖത്ത് സ്നേഹത്തിന്റെയോ പശ്ചാത്താപത്തിന്റെയോ യാതൊരു ഭാവ വ്യത്യാസവും ഉണ്ടായിരുന്നില്ല. അവന്റെ മനസ്സിൽ പണത്തോടുള്ള ആർത്തി മാത്രമായിരുന്നു. അവൻ മീരയുടെ കൈകൾ കാറിന്റെ വാതിലിൽ നിന്നും ക്രൂരമായി തട്ടിമാറ്റി. വളരെ തണുത്ത സ്വരത്തിൽ അവൻ പറഞ്ഞു, ഇന്നേക്ക് ശേഷം നീ എന്റെ മുന്നിൽ വന്നേക്കരുത്. അത് നന്നായി ഓർത്തു വെച്ചോ. എനിക്ക് നീയും നിന്റെ വയറ്റിൽ വളരുന്ന ആ കുഞ്ഞും ഇന്നത്തോടെ മരിച്ചതിന് തുല്യമാണ്. എന്റെ ജീവിതത്തിൽ പണത്തിന് മാത്രമാണ് സ്ഥാനം, അല്ലാതെ ബന്ധങ്ങൾക്കോ സ്നേഹത്തിനോ അല്ല. നീ നിന്റെ സമ്പന്നരായ മാതാപിതാക്കളെയും സ്വന്തം വീടിനെയും ഉപേക്ഷിച്ച് എന്റെ കൂടെ വന്നത് നിന്റെ മാത്രം വിഡ്ഢിത്തം കൊണ്ടാണ്. അല്ലാതെ ഞാൻ ഒരിക്കലും നിന്നോട് അങ്ങനെ വരാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അതിന്റെ ഉത്തരവാദിത്തം എനിക്കില്ല. ഇനി നിനക്ക് എവിടെ വേണമെങ്കിലും പോകാം. എന്റെ മുന്നിൽ നിന്ന് മാറ്. അവൻ കാറിന്റെ ഗ്ലാസ് ഉയർത്തി വണ്ടി ക്രൂരമായി മുന്നോട്ടെടുത്തു പോയി. റോഡിലെ ചെളിവെള്ളത്തിലേക്കും അന്ധകാരത്തിലേക്കും വീണ മീര കരഞ്ഞുകൊണ്ട് ആ കാറിന്റെ പിൻവിളക്കുകൾ ദൂരേക്ക് മറയുന്നത് നോക്കി നിന്നു. അവളുടെ കണ്ണുകളിൽ നിന്നും ഒഴുകിയ കണ്ണീർ പെയ്യുന്ന കനത്ത മഴവെള്ളത്തിൽ അലിഞ്ഞു ചേർന്നു. ചുറ്റും ഇരുട്ടും ഭയവും മാത്രം. വന്യമായ ആ രാത്രിയിൽ അവൾ പൂർണ്ണമായും ഒറ്റപ്പെട്ടു പോയി. വേദന സഹിക്കാൻ കഴിയാതെ അവൾ റോഡരികിലെ ആ ചെറിയ തിണ്ണയിൽ ഇരുന്നു. സ്വന്തം വയറ്റിൽ കൈകൾ വെച്ച് ഉള്ളിൽ വളരുന്ന കുഞ്ഞിനെ തലോടിക്കൊണ്ട് അവൾ വിതുമ്പലോടെ തന്നോട് തന്നെ പറഞ്ഞു, മോളെ, അമ്മ നിനക്ക് ഇങ്ങനെ ഒരു ലോകമല്ല സ്വപ്നം കണ്ടത്. നിന്റെ അച്ഛൻ നമ്മളെ ഉപേക്ഷിച്ചു. പക്ഷേ ഈ അമ്മ തോൽക്കില്ല. എന്റെ അവസാന ശ്വാസം ഉള്ളത് വരെ നിനക്കൊരു അപകടവും വരാതെ അമ്മ നോക്കും. നീയാണിനി അമ്മയുടെ ജീവൻ. അവൾ പതുക്കെ എഴുന്നേറ്റ് കഠിനമായ ശാരീരിക വേദനയും മനസ്സിലെ തകർച്ചയും പേറി ആ വിജനമായ റോഡിലൂടെ ലക്ഷ്യമില്ലാതെ നടക്കാൻ തുടങ്ങി. പണത്തിനു വേണ്ടി മനുഷ്യൻ ഇത്രയും ക്രൂരനാകുമോ എന്നവൾ ചിന്തിച്ചു. സ്നേഹിച്ച പുരുഷനു വേണ്ടി സ്വന്തം മാതാപിതാക്കളുടെ വാക്ക് കേൾക്കാതെ ഇറങ്ങിപ്പുറപ്പെട്ടതായിരുന്നു അവൾ ചെയ്ത ഒരേ ഒരു തെറ്റ്. ആ തെറ്റിന് വിധി ഇത്രയും വലിയൊരു ശിക്ഷ നൽകുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. മഴയുടെ ശക്തി കൂടിക്കൂടി വന്നു. വസ്ത്രങ്ങളെല്ലാം പൂർണ്ണമായും നനഞ്ഞു കുതിർന്നു. തണുപ്പ് കാരണം അവളുടെ ശരീരം വിറച്ചു. എങ്കിലും ഉള്ളിലെ മാതൃത്വം നൽകിയ ധൈര്യത്തിൽ അവൾ മുന്നോട്ട് തന്നെ നടന്നു. ആ ഇരുണ്ട രാത്രി അവളുടെ ജീവിതത്തെ മറ്റൊരു വഴിത്തിരിവിലേക്ക് എത്തിക്കുകയായിരുന്നു. കനത്ത മഴയും കാറ്റും ആ രാത്രിയുടെ ഭീകരത ഇരട്ടിയാക്കിക്കൊണ്ടിരുന്നു. ശരീരം മുഴുവൻ നനഞ്ഞു കുതിർന്ന മീര കഠിനമായ പ്രസവ വേദനയുടെ ആദ്യ ലക്ഷണങ്ങൾ അനുഭവിച്ചു തുടങ്ങിയിരുന്നു. ഓരോ അടിയും മുന്നോട്ട് വെക്കുമ്പോൾ അവളുടെ അടിവയറ്റിൽ നിന്നും കഠിനമായ വേദന മുകളിലേക്ക് പടർന്നു കയറി. റോഡിൽ ആരും ഉണ്ടായിരുന്നില്ല. ദൂരെയുള്ള തെരുവു വിളക്കുകൾ പോലും അണഞ്ഞു പോയിരുന്നു. ഇടയ്ക്കിടെ ആകാശത്ത് വെട്ടുന്ന ഇടിമിന്നലിന്റെ വെളിച്ചം മാത്രമായിരുന്നു അവൾക്ക് വഴി കാണിച്ചിരുന്നത്. നടന്ന് നടന്ന് അവളുടെ കാലുകൾ പൂർണ്ണമായി കുഴഞ്ഞു. ഇനി ഒരടി പോലും മുന്നോട്ട് വെക്കാൻ കഴിയില്ലെന്ന് തോന്നിയ നിമിഷം അവൾ റോഡരികിലെ ഒരു വലിയ ആൽമരത്തിന്റെ ചുവട്ടിലേക്ക് പതുക്കെ ചാരിയിരുന്നു. തന്റെ ജീവിതം ഇവിടെ അവസാനിക്കാൻ പോവുകയാണോ എന്നവൾ ഭയന്നു. ആ സമയത്താണ് കാറ്റിന്റെയും മഴയുടെയും ഇരുമ്പലിനിടയിലൂടെ വളരെ നേരത്തെ ദയനീയമായ ഒരു മനുഷ്യ ശബ്ദം അവളുടെ കാതുകളിൽ പതിച്ചത്. ആരെങ്കിലും ഉണ്ടോ? എന്നെ ഒന്ന് രക്ഷിക്കൂ. ദൈവത്തെ ഓർത്ത് ആരെങ്കിലും എന്നെ ഒന്ന് എഴുന്നേൽപ്പിക്കൂ. വളരെ ദുർബലമായ ആ ശബ്ദം കേട്ട് മീര നെട്ടിപ്പടഞ്ഞ് എഴുന്നേറ്റു. അവൾ ചുറ്റും സൂക്ഷിച്ചു നോക്കി. ആൽമരത്തിന്റെ മറുഭാഗത്ത് ഇരുട്ടിൽ ഒരു വൃദ്ധൻ ചോരയിൽ കുളിച്ച് കിടക്കുന്നത് അവൾ കണ്ടു. തലയിൽ നിന്നും ചോരയൊലിച്ച് എഴുന്നേൽക്കാൻ പോലും കഴിയാതെ അദ്ദേഹം മണ്ണിൽ കിടന്ന് പിടയുകയാണ്. മീര തന്റെ സ്വന്തം വേദനകളെല്ലാം മറന്ന് ആ വൃദ്ധന്റെ അരികിലേക്ക് ഓടിച്ചെന്നു. അവൾ ചെളിയിൽ മുട്ടുകുത്തിയിരുന്ന് അദ്ദേഹത്തിന്റെ തല പതുക്കെ തന്റെ മടിയിലേക്ക് എടുത്തു വെച്ചു. ചേട്ടാ, നിങ്ങൾക്ക് എന്തു പറ്റി? ഈ അർദ്ധരാത്രിയിൽ എങ്ങനെ ഇവിടെ എത്തി? ആരാണ് നിങ്ങളോട് ഈ ക്രൂരത കാണിച്ചത്? മീര പരിഭ്രാന്തിയോടെ ചോദിച്ചു. ആ വൃദ്ധൻ വളരെ പ്രയാസപ്പെട്ട് തന്റെ കണ്ണുകൾ തുറന്ന് മീരയെ നോക്കി. ശ്വാസം എടുക്കാൻ പോലും ബുദ്ധിമുട്ടിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, മോളെ, ഞാൻ ഈ റോഡ് മുറിച്ച് കടക്കുമ്പോൾ വേഗത്തിൽ വന്ന ഒരു കാർ എന്നെ ഇടിപ്പിച്ച് തെറിപ്പിച്ചതാണ്. അപകടം നടന്നിട്ട് മണിക്കൂറുകളായി. അതിനുശേഷം ഈ വഴി കടന്നുപോയ പല ആഡംബര കാറുകളും എന്നെ ഈ അവസ്ഥയിൽ കണ്ടതാണ്. പക്ഷേ സ്വന്തം വണ്ടിയിൽ ചോരയാകുമെന്ന് കരുതിയിട്ടാകാം ആരും ഇവിടെ വണ്ടി നിർത്തിയില്ല. എല്ലാവരും എന്നെ മരിക്കാൻ വിട്ട് കടന്നുപോയി. ഒടുവിൽ ദൈവത്തെ പോലെ നീ എത്തി. വൃദ്ധന്റെ തലയിലെ മുറിവിൽ നിന്നും ചോര വല്ലാതെ ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. അതെത്രയും പെട്ടെന്ന് നിർത്തണം. മീര തന്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയൊരു ബാഗ് തുറന്ന് അവളുടെ കയ്യിൽ ഇനി അവശേഷിച്ചിരുന്ന ഒരേ ഒരു നല്ല വസ്ത്രം തന്റെ ജനിക്കാൻ പോകുന്ന
കുഞ്ഞിന് വേണ്ടി കരുതിവെച്ച ഒരുണങ്ങിയ കോട്ടൺ തുണിയായിരുന്നു. വരും ദിവസങ്ങളിൽ തനിക്ക് മറ്റൊന്നും വാങ്ങാൻ കഴിയില്ലെന്നറിഞ്ഞിട്ടും അവൾ ഒരു നിമിഷം പോലും ആലോചിച്ചില്ല. അവൾ ആ തുണിയെടുത്ത് വൃദ്ധന്റെ തലയിൽ ആഴത്തിലുള്ള മുറിവിന് ചുറ്റും അമർത്തിക്കെട്ടി. അത് കണ്ട് ആ വൃദ്ധൻ അത്ഭുതത്തോടെയും സങ്കടത്തോടെയും മീരയുടെ മുഖത്തേക്ക് നോക്കി. മോളെ, നീ തന്നെ ഈ അവസ്ഥയിൽ പൂർണ്ണ ഗർഭിണിയായി വേദന അനുഭവിക്കുകയാണ്. നിന്റെ ശ്വാസമെടുപ്പ് പോലും വല്ലാതെ തടസ്സപ്പെടുന്നുണ്ട്. നിനക്ക് സ്വന്തമായി ഒരു തുണ പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് നീ നിന്റെ കയ്യിലുള്ള അവസാനത്തെ നല്ല തുണി എനിക്ക് വേണ്ടി കീറി മുറിക്കുന്നത്. നിന്റെ കുഞ്ഞിന് വേണ്ടി കരുതിയതല്ലേ ഇത്? മീരയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അവൾ സങ്കടം ഉള്ളിലൊതുക്കി പുഞ്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു, തുണി നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും വാങ്ങാം ചേട്ടാ. പക്ഷെ ഒരു മനുഷ്യന്റെ ജീവൻ പോയാൽ അത് കോടികൾ കൊടുത്താലും തിരികെ കിട്ടില്ലല്ലോ. ഈ ലോകത്ത് പണം കൊടുത്ത് എന്തും വാങ്ങാൻ കഴിഞ്ഞേക്കും, പക്ഷേ മനുഷ്യത്വം വാങ്ങാൻ കഴിയില്ല. ഞാനിന്ന് വളരെ വലിയൊരു ചതി അനുഭവിച്ചവളാണ്. സ്നേഹിച്ച ആളാൽ തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ടവളാണ്. അതുകൊണ്ട് വേദന എന്താണെന്ന് എനിക്ക് നന്നായി അറിയാം. ഈ അവസ്ഥയിൽ നിങ്ങളെ ഞാൻ ഇവിടെ എങ്ങനെ മരണത്തിന് വിട്ടുപോയാൽ എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും കണ്ണാടിയിൽ എന്റെ സ്വന്തം മുഖത്തേക്ക് നോക്കാൻ കഴിയില്ല. എന്റെ മനസാക്ഷി എന്നെ ജീവിക്കാൻ അനുവദിക്കില്ല. ചേട്ടനൊന്നും സംഭവിക്കില്ല. ഞാൻ നിങ്ങളെ രക്ഷിക്കും. മീരയുടെ വാക്കുകളിൽ പ്രതിഫലിച്ച ആത്മാർത്ഥതയും നന്മയും ആ വൃദ്ധന്റെ കണ്ണുകളെ ഈരനണിയിപ്പിച്ചു. പണവും പദവിയും ഉള്ള മനുഷ്യർ കാണിക്കാത്ത വലിയൊരു കരുണ സമൂഹത്തിൽ നിന്നും എല്ലാം നഷ്ടപ്പെട്ട ഒരു ഗർഭിണിയിൽ നിന്നും ലഭിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളം വിങ്ങി. താൻ കണ്ട ഏറ്റവും വലിയ മനുഷ്യത്വത്തിന്റെ പ്രതീകമായിരുന്നു ആ പെൺകുട്ടിയെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. പ്രസവ വേദന അവളുടെ ശരീരത്തെ തളർത്താൻ തുടങ്ങിയെങ്കിലും ആ വൃദ്ധനെ ആശുപത്രിയിൽ എത്തിക്കാൻ അവൾ വഴി അന്വേഷിച്ച് റോഡിലേക്ക് നോക്കി നിന്നു. റോഡരികിൽ പെയ്യുന്ന കനത്ത മഴയത്ത് മീര നിന്നു. ഒരമ്മയാകാൻ പോകുന്ന അവളുടെ ശരീരത്തെ പ്രസവ വേദന വല്ലാതെ തളർത്തുന്നുണ്ടായിരുന്നു. ഓരോ നിമിഷവും അടിവയറ്റിൽ നിന്നും പടരുന്ന കഠിനമായ വേദന അവളെ നിലവിളിപ്പിക്കാൻ പ്രേരിപ്പിച്ചു. എങ്കിലും തന്റെ മടിയിൽ ചോരയൊലിപ്പിച്ച് കിടക്കുന്ന ആ വൃദ്ധന്റെ ജീവൻ രക്ഷിക്കേണ്ടത് അവളുടെ ആവശ്യമാണ്. അവൾ റോഡിന്റെ നടുവിലേക്ക് ഇറങ്ങി നിന്ന് വണ്ടികൾക്കായി കൈകാട്ടി. മിന്നൽ വെളിച്ചത്തിൽ പല വലിയ വണ്ടികളും അവളെ കടന്നുപോയി. ഒടുവിൽ ഭാഗ്യമെന്നോണം ദൂരെ നിന്നും സൈറൻ മുഴക്കിക്കൊണ്ട് ഒരു ആംബുലൻസ് വരുന്നത് അവൾ കണ്ടു. മീര റോഡിന് നടുവിലേക്ക് കയറി നിന്ന് രണ്ട് കൈകളും ഉയർത്തി ആംബുലൻസ് തടഞ്ഞു. വണ്ടി പെട്ടെന്ന് ബ്രേക്ക് ഇട്ടു നിന്നു. ഡ്രൈവർ ദേഷ്യത്തോടെ ജനാലിലൂടെ നോക്കി. ഈ അർദ്ധരാത്രിയിൽ എന്താണ് ഈ കാണിക്കുന്നത്? മാറി നിൽക്കൂ മോളെ. മീര കരഞ്ഞുകൊണ്ട് ആംബുലൻസിന്റെ അരികിലേക്ക് ഓടിച്ചെന്നു. ചേട്ടാ, ദയവായി എന്നെ ഒന്ന് സഹായിക്ക്. അവിടെ ഒരു മനുഷ്യൻ ചോരയിൽ കുളിച്ച് കിടക്കുന്നു. ആരോ വന്ന് ഇടിച്ചതാണ്. അദ്ദേഹത്തിന്റെ ജീവൻ അപകടത്തിലാണ്. വേഗം ആശുപത്രിയിൽ എത്തിച്ചില്ലെങ്കിൽ അദ്ദേഹം മരിച്ചു പോകും. അവൾ കൈകൂപ്പി അപേക്ഷിച്ചു. മീരയുടെ അവസ്ഥയും ഭയവും കണ്ട് ഡ്രൈവറുടെ മനസ്സലിഞ്ഞു. അദ്ദേഹം വണ്ടിയിൽ നിന്നും ഇറങ്ങി. മീരയുടെ സഹായത്തോടെ ആ വൃദ്ധനെ പതുക്കെ ആംബുലൻസിന്റെ പിൻഭാഗത്തേക്ക് എടുത്തു കിടത്തി. മീരയും കഠിനമായ പ്രസവ വേദനയോടെ വണ്ടിക്കുള്ളിലേക്ക് കയറിയിരുന്നു. ആംബുലൻസ് നഗരത്തിലെ ഏറ്റവും വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി ലക്ഷ്യമാക്കി പാഞ്ഞു. വണ്ടിക്കുള്ളിലെ നേരിയ വെളിച്ചത്തിൽ മീര ആ വൃദ്ധന്റെ മുഖത്തേക്ക് നോക്കി. തലയിൽ മുറിവിൽ നിന്നും ഇപ്പോഴും ചോര വരുന്നുണ്ട്. അവൾ തന്റെ തണുത്തു വിറച്ച കൈകൾ കൊണ്ട് അദ്ദേഹത്തിന്റെ മുറിവിൽ അമർത്തിപ്പിടിച്ചു. വേദന കൊണ്ട് ആ വൃദ്ധൻ പതുക്കെ കണ്ണുകൾ തുറന്നു. തനിക്കായി പ്രാർത്ഥിക്കുന്ന ആ പെൺകുട്ടിയെ അദ്ദേഹം സഹതാപത്തോടെ നോക്കി. വളരെ ദുർബലമായ ശബ്ദത്തിൽ അദ്ദേഹം പറഞ്ഞു, മോളെ മീര, ജീവിതം ഇന്ന് നിന്നിൽ നിന്നും എല്ലാം തട്ടിയെടുത്തുവെന്ന് നിനക്ക് തോന്നുന്നുണ്ടാകാം. നിന്നെ ഈ അവസ്ഥയിൽ വഴിയിൽ ഉപേക്ഷിച്ച ആ മനുഷ്യൻ ചിന്തിക്കുന്നത് അവൻ ജയിച്ചുവെന്നാണ്. പക്ഷെ ഓർക്കുക, ഇത്രയും വലിയ മനസ്സുള്ള നിന്നെ ദൈവം ഒരിക്കലും തോൽപ്പിക്കില്ല. നന്മക്കുള്ള ഫലം നിനക്ക് ലഭിക്കും. മിനിറ്റുകൾക്കകം ആംബുലൻസ് ആശുപത്രിയുടെ എമർജൻസി വാർഡിന് മുന്നിൽ എത്തി നിന്നു. വണ്ടി നിന്ന ഉടൻ തന്നെ മീര പുറത്തിറങ്ങി ഉറക്കെ വിളിച്ചു പറഞ്ഞു, സിസ്റ്റർ, വേഗം ഇദ്ദേഹത്തെ സ്ട്രെച്ചറിലേക്ക് മാറ്റൂ. തലക്ക് പരിക്കുണ്ട്. ഒരുപാട് ചോര പോയിട്ടുണ്ട്. നഴ്സുമാർ ഓടിയെത്തി വൃദ്ധനെ സ്ട്രെച്ചറിലേക്ക് മാറ്റി. അദ്ദേഹത്തെ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അദ്ദേഹം മീരയുടെ കൈകളിൽ മുറുകെ പിടിച്ചിരുന്നു. ആ നന്മ നിറഞ്ഞ മുഖം അദ്ദേഹത്തിന്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു കഴിഞ്ഞു. വൃദ്ധനെ അകത്തേക്ക് കൊണ്ടുപോയ തൊട്ടടുത്ത നിമിഷം മീരയ്ക്ക് കഠിനമായ പ്രസവ വേദന അനുഭവപ്പെട്ടു. നനഞ്ഞു കുതിർന്ന വസ്ത്രങ്ങളോടെ അവൾ നിലവിളിച്ചുകൊണ്ട് ആശുപത്രിയുടെ തറയിലേക്ക് ഇരുന്നുപോയി. അവളുടെ ചുറ്റും ചോര പടരാൻ തുടങ്ങി. ഇത് കണ്ട് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ലേബർ വാർഡിലെ ഡോക്ടറും നഴ്സുമാരും അങ്ങോട്ടേക്ക് ഓടിയെത്തി. ഈ കുട്ടി പൂർണ്ണ ഗർഭിണിയാണല്ലോ. പ്രസവ സമയം കഴിഞ്ഞിരിക്കുന്നു, ഡോക്ടർ വിളിച്ചു പറഞ്ഞു. അവർ പെട്ടെന്ന് മറ്റൊരു സ്ട്രെച്ചർ കൊണ്ടുവന്ന് മീരയെ അതിലേക്ക് കിടത്തി. അവളെ പ്രസവ മുറിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിൽ അഡ്മിഷൻ ഫോം പൂരിപ്പിക്കാനായി ഡെസ്കിലെ ജീവനക്കാരൻ ഓടി വന്നു. മോളെ, നിന്റെ കൂടെ വന്ന ആരെങ്കിലും ഉണ്ടോ? ഭർത്താവിന്റെയോ ബന്ധുക്കളുടെയോ ഫോൺ നമ്പർ തരാമോ? അടിയന്തരമായി അവരെ വിവരമറിയിക്കണം, അവൻ ചോദിച്ചു. ആ ചോദ്യം മീരയുടെ ഉള്ളിലെ മുറിവുകളെ വീണ്ടും ഓർമ്മിപ്പിച്ചു. കണ്ണിൽ നിന്നും ഒലിച്ചിറങ്ങിയ കണ്ണീരോടെ അവൾ വിതുമ്പി. എനിക്ക് സ്വന്തമെന്ന് പറയാൻ ഈ ഭൂമിയിൽ ആരുമില്ല സർ. എന്നെ സ്നേഹിച്ചവരും എന്റേതാണെന്ന് കരുതിയവരും എന്നെ വഴിയിൽ ഉപേക്ഷിച്ചു കഴിഞ്ഞു. ഞാൻ തികച്ചും ഒറ്റക്കാണ്. അവളുടെ ആ ദയനീയ
ദയനീയമായ വാക്കുകൾ കേട്ട ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും കണ്ണുകൾ നിറഞ്ഞു. ഡോക്ടർ മീരയുടെ കൈകളിൽ പിടിച്ചു ധൈര്യം നൽകി. മോളെ, നീ പേടിക്കേണ്ട, ഞങ്ങൾ നിന്റെ കൂടെയുണ്ട്, ധൈര്യമായിരിക്കൂ. അവർ അവളെ പ്രസവമുറിയുടെ വാതിലുകൾ കടത്തി ഉള്ളിലേക്ക് കൊണ്ടുപോയി. ഒരു വലിയ ചതിയുടെയും നന്മയുടെയും രാത്രിക്ക് ശേഷം മീര തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പോരാട്ടത്തിലേക്ക് കടക്കുകയാണ്. പ്രസവമുറിയുടെ ചുമരുകൾക്കുള്ളിൽ മീര ജീവിതത്തിലെ ഏറ്റവും കഠിനമായ പോരാട്ടത്തിലാണ്. പുറത്ത് കനത്ത മഴ പെയ്തുകൊണ്ടിരുന്നപ്പോൾ അകത്ത് അവൾ തന്റെ കുഞ്ഞിന്റെ ജീവനായി വേദന കൊണ്ട് പിടഞ്ഞു. നഴ്സുമാർ അവളുടെ കൈകളിൽ പിടിച്ച് ധൈര്യം നൽകി. മണിക്കൂറുകൾ നീണ്ട കഠിന വേദനക്കൊടുവിൽ ആ പ്രസവമുറിയിൽ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ ശബ്ദം മുഴങ്ങിക്കേട്ടു. മീര ഒരു സുന്ദരിയായ പെൺകുഞ്ഞിന് ജന്മം നൽകി. നഴ്സ് ആ കുഞ്ഞിനെ തുടച്ച് മീരയുടെ മാറിലേക്ക് കിടത്തിയപ്പോൾ അതുവരെ അനുഭവിച്ച എല്ലാ വേദനകളും ചതിയുടെ സങ്കടങ്ങളും അവൾ മറന്നു. കുഞ്ഞിന്റെ ആ കുഞ്ഞു കൈകൾ മീരയുടെ വിരലുകളിൽ മുറുകെ പിടിച്ചപ്പോൾ അവൾക്ക് മനസ്സിലായി, ഇനി ഞാൻ ഈ ലോകത്ത് ഒറ്റയ്ക്കല്ല. എന്നാൽ തൊട്ടടുത്ത ദിവസം രാവിലെ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ആകാൻ നേരത്ത് മീര വലിയൊരു പ്രതിസന്ധിയിലായി. കുഞ്ഞുമായി എങ്ങോട്ട് പോകുമെന്ന ചോദ്യം ഒരു വശത്ത്, ആശുപത്രിയിലെ ബിൽ തുക എങ്ങനെ അടക്കുമെന്ന ചോദ്യം മറുവശത്ത്. അവളുടെ കയ്യിൽ ഒരു രൂപ പോലും ഉണ്ടായിരുന്നില്ല. നിറഞ്ഞ കണ്ണുകളോടെ അവൾ റിസപ്ഷനിലെ ജീവനക്കാരിയുടെ അരികിൽ ചെന്ന് വിറക്കുന്ന ശബ്ദത്തോടെ പറഞ്ഞു, മാഡം, എനിക്കിപ്പോൾ ഈ ആശുപത്രിയിലെ പണം അടക്കാൻ കഴിയില്ല. എന്റെ അവസ്ഥ വളരെ മോശമാണ്. കുറച്ചു ദിവസത്തെ സമയം തന്നാൽ ഞാൻ എങ്ങനെയെങ്കിലും ജോലി ചെയ്ത് ഈ തുക തിരികെ അടക്കാം. ദയവായി എന്നെയും കുഞ്ഞിനെയും ഇവിടെ നിന്നും പോകാൻ അനുവദിക്കണം. മീരയുടെ ദയനീയമായ മുഖം കണ്ട് അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരി പുഞ്ചിരിയോടെ മറുപടി നൽകി, മോളെ, നീ എന്തിനാണ് വിഷമിക്കുന്നത്? നിങ്ങളുടെ പ്രസവത്തിന്റെ ചെലവും മരുന്നുകളുടെ തുകയും അടക്കം മുഴുവൻ ബില്ലും നേരത്തെ തന്നെ ആരോ അടച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് ധൈര്യമായി പോകാം. മീര അത്ഭുതത്തോടെ ചോദിച്ചു, ആരാണത് അടച്ചത്? ആരാണ് എനിക്ക് വേണ്ടി ഇത്രയും വലിയ തുക നൽകിയത്? ജീവനക്കാരി പറഞ്ഞു, അദ്ദേഹം തന്റെ പേര് വെളിപ്പെടുത്താൻ പാടില്ലെന്ന് ഞങ്ങളോട് കർശനമായി പറഞ്ഞിട്ടുണ്ട്. അത് താൻ തലേ ദിവസം രാത്രി ജീവൻ രക്ഷിച്ച ആ വൃദ്ധൻ തന്നെയായിരിക്കുമെന്ന് മീരയ്ക്ക് ഉറപ്പായി. അവൾ അദ്ദേഹത്തെ നേരിട്ട് കണ്ട് നന്ദി പറയാൻ ആഗ്രഹിച്ചെങ്കിലും അദ്ദേഹം അതിനോടകം ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ആയി പോയിരുന്നു. അതേസമയം ആ നഗരത്തിലെ ഏറ്റവും വലിയ മൾട്ടിനാഷണൽ കമ്പനിയുടെ ചെയർമാൻ ഓഫീസിൽ ഒരു വലിയ കൂടിക്കാഴ്ച നടക്കുകയായിരുന്നു. തലയിൽ കെട്ടുമായി ആ കസേരയിൽ ഇരുന്നിരുന്നത് മറ്റാരുമല്ല, മീര തലേ ദിവസം രാത്രി രക്ഷിച്ച അതേ വൃദ്ധനാണ്. നഗരത്തിലെ ഉയർന്ന പോലീസ് ഓഫീസർ അദ്ദേഹത്തിന് മുന്നിൽ നിൽപ്പുണ്ട്. സർ, ഇന്നലെ രാത്രി കനത്ത മഴയത്ത് നഗരം മുഴുവൻ പോലീസ് നിങ്ങളെ തിരയുകയായിരുന്നു. താങ്കൾ എന്തിനാണ് സുരക്ഷാ ജീവനക്കാരെ പോലും കൂട്ടാതെ ആ വേഷത്തിൽ പുറത്തു പോയത്? ഒരു വലിയ അപകടമല്ലേ ഉണ്ടായത്? ഓഫീസർ ചോദിച്ചു. ചെയർമാൻ ജനാലിലൂടെ പുറത്തേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കമ്മീഷണർ, എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതിയ ഒരു വലിയ കാര്യം ഇന്നലെ രാത്രി എനിക്ക് തിരികെ കിട്ടി. മനുഷ്യത്വം. കാലത്തും സ്വന്തം കാര്യം നോക്കാതെ പണമോ പ്രതിഫലമോ ആഗ്രഹിക്കാതെ മറ്റുള്ളവരെ സഹായിക്കാൻ ഈ നഗരത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ എന്റെ സ്വന്തം ജീവിതം വെച്ച് പരീക്ഷിക്കുകയായിരുന്നു. വില കൂടിയ കാറുകളിൽ പോയ പലരും എന്നെ ചോരയിൽ കുളിച്ച അവസ്ഥയിൽ കണ്ടിട്ടും വണ്ടി നിർത്താതെ പോയി. എന്നാൽ സ്വന്തമായി ഒന്നുമില്ലാത്ത പ്രസവ വേദന കൊണ്ട് പിടഞ്ഞ ആ പെൺകുട്ടി എനിക്ക് വേണ്ടി നിന്നു. അവൾ സ്വന്തം കുഞ്ഞിനായി കരുതിയ തുണി കൊണ്ടാണ് എന്റെ ചോര ഒപ്പിയത്. അവളുടെ ആ നന്മ നിറഞ്ഞ മനസ്സാണ് എന്നെ ജീവനോടെ ഇവിടെ ഇരുത്തിയത്. അവളാണ് എന്റെ കമ്പനിയുടെയും എന്റെ സ്വത്തിന്റെയും യഥാർത്ഥ അവകാശി. അദ്ദേഹം തന്റെ വിശ്വസ്തനായ മാനേജറെ വിളിച്ച് മീരയെക്കുറിച്ച് രഹസ്യമായി അന്വേഷിക്കാൻ ഉത്തരവിട്ടു. ആശുപത്രിയിൽ നിന്നും കുഞ്ഞുമായി ഇറങ്ങിയ മീര കടുത്ത വെല്ലുവിളികളെയാണ് നേരിട്ടത്. എങ്ങോട്ട് പോകണമെന്നറിയാതെ നിന്ന അവൾക്ക് നഗരത്തിന്റെ ഒരു ചെറിയ പ്രദേശത്ത് ചെറിയൊരു വാടക മുറി കണ്ടെത്താൻ കഴിഞ്ഞു. ആ സമയത്താണ് അവളുടെ അയൽവാസിയായ ശാരദ അമ്മ എന്ന വൃദ്ധ അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. മീരയുടെ അവസ്ഥ മനസ്സിലാക്കിയ ആ നല്ല ഹൃദയമുള്ള അമ്മ അവൾക്ക് ഭക്ഷണവും സ്നേഹവും നൽകി സംരക്ഷിച്ചു. മോളെ മീര, അമ്മയാകാൻ പോകുന്ന ഒരു പെണ്ണും ഈ ലോകത്തെ ഒറ്റക്കാകരുത്. നിന്റെ കൂടെ ഈ അമ്മയുണ്ടാകും എന്ന് പറഞ്ഞ് അവർ മീരയെ നെഞ്ചോട് ചേർത്തു. ആ വാക്കുകൾ മീരയ്ക്ക് ജീവിക്കാനുള്ള പുതിയൊരു പ്രത്യാശ നൽകി. അവൾ തന്റെ മകൾക്ക് ആശ എന്ന് പേരിട്ടു. അതേസമയം നഗരത്തിന്റെ മറുഭാഗത്ത് മീരയെ ചതിച്ച രാഘവ് തന്റെ പുതിയ അട്ടിമറികൾക്ക് പദ്ധതിയിടുകയായിരുന്നു. ചെയർമാന്റെ ഒരേ ഒരു മകളായ സാനിയയുമായി അവൻ പ്രണയത്തിലാവുകയും അവളുടെ വിശ്വാസം പൂർണ്ണമായി പിടിച്ചു പറ്റുകയും ചെയ്തു. സാനിയ വളരെ നിഷ്കളങ്കയും സമ്പന്നയുമായ ഒരു പെൺകുട്ടിയായിരുന്നു. അവളോട് രാഘവ് പറഞ്ഞിരുന്നത് താൻ അനാഥനാണെന്നും ജീവിതത്തിൽ ഇതുവരെ ആരോടും പ്രണയം തോന്നിയിട്ടില്ലെന്നുമാണ്. സാനിയയുടെ പിതാവാണ് താൻ ജോലി ചെയ്യുന്ന കമ്പനിയുടെ ചെയർമാൻ എന്ന് രാഘവിന് നന്നായി അറിയാം. ഈ വിവാഹം നടന്നാൽ കമ്പനിയുടെ കോടിക്കണക്കിന് രൂപയുടെ ആസ്തി മുഴുവൻ തന്റെ കൈകളിലെത്തുമെന്ന് അവൻ സ്വപ്നം കണ്ടു. ഒരു രാത്രി ആഡംബര ബാറിൽ വെച്ച് രാഘവ് തന്റെ അടുത്ത സുഹൃത്തിനോട് മദ്യപിക്കുന്നതിനിടയിൽ തന്റെ പദ്ധതികൾ വെളിപ്പെടുത്തി. സുഹൃത്ത് ചോദിച്ചു, രാഘവ്, നീ സാനിയെ വിവാഹം കഴിക്കാൻ പോവുകയാണെന്നത് ശരിയാണ്. പക്ഷെ നിന്റെ ഭാര്യ മീര?
അവളിപ്പോൾ 8 മാസം ഗർഭിണിയാണ്. അവളിപ്പോൾ എവിടെയാണെന്ന് നിനക്കറിയാമോ? അവളെങ്ങാനും ഈ സത്യം സാനിയോട് പറഞ്ഞാൽ നിന്റെ കളി തീരും. രാഘവ് ഉച്ചത്തിൽ ചിരിച്ചുകൊണ്ട് ഗ്ലാസ് മേശപ്പുറത്ത് വെച്ചു. അവന്റെ കണ്ണുകളിൽ ക്രൂരത തിളങ്ങി നിന്നു. അവളോ? ആ കനത്ത മഴയുള്ള രാത്രിയിൽ വിജനമായ റോഡിലാണ് ഞാൻ അവളെ കാറിൽ നിന്നും തള്ളി പുറത്താക്കിയത്. ഈ നഗരത്തിൽ അവൾക്ക് സ്വന്തമെന്ന് പറയാൻ ആരുമില്ല. ഒന്നെങ്കിൽ അവൾ ആ പ്രസവ വേദനയിൽ തെരുവിൽ കിടന്ന് മരിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും ഓടിപ്പോയിട്ടുണ്ടാകാം. കുറഞ്ഞ പക്ഷം ഈ നഗരത്തിലെങ്കിലും അവൾ ഇനി ജീവനോടെ ഉണ്ടാകില്ല. അവളെക്കുറിച്ച് ആരും ഇനി അറിയാൻ പോകുന്നുമില്ല. പണത്തിന്റെ മുന്നിൽ എനിക്ക് ബന്ധങ്ങൾ വെറും ചവറാണ്. സാനി എന്നെ ഒരുപാട് വിശ്വസിക്കുന്നുണ്ട്. ആ വിശ്വാസം വെച്ച് ഞാൻ ഈ കമ്പനിയുടെ അധിപനാകും. ഞാൻ ഒരിക്കലും തോൽക്കാൻ വേണ്ടി കളിക്കാറില്ല. തന്റെ കുഞ്ഞിനെയും ഭാര്യയെയും മരണത്തിലേക്ക് തള്ളിവിട്ടും രാഘവന്റെ മനസ്സിലൊട്ടും പശ്ചാത്താപം ഉണ്ടായിരുന്നില്ല. എന്നാൽ അവൻ കരുതിയതുപോലെയല്ല വിധി കാര്യങ്ങൾ നിശ്ചയിച്ചിരുന്നത്. മീര ജീവനോടെ ഉണ്ടെന്നും അവൾ ശക്തമായി തിരിച്ചു വരുമെന്നും രാഘവ് അറിഞ്ഞില്ല. അതേസമയം ചെയർമാൻ ഏൽപ്പിച്ച രഹസ്യ അന്വേഷണ വിഭാഗം മീരയുടെയും രാഘവിന്റെയും ഭൂതകാലത്തെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ചതിയുടെ കോട്ടകൾ തകരാൻ അധിക സമയമില്ലെന്ന് രാഘവ് അറിഞ്ഞില്ല. ചെയർമാൻ തന്റെ വിശ്വസ്തനായ പ്രൈവറ്റ് ഡിറ്റക്റ്റീവിനെ വിളിച്ച് മീരയെക്കുറിച്ചുള്ള പൂർണ്ണമായ വിവരങ്ങൾ അന്വേഷിക്കാൻ ഏൽപ്പിച്ചിരുന്നു. ദിവസങ്ങൾ നീണ്ട സൂക്ഷ്മമായ അന്വേഷണത്തിനൊടുവിൽ ഞെട്ടിക്കുന്ന ആ റിപ്പോർട്ട് ചെയർമാന്റെ മേശപ്പുറത്തെത്തി. റിപ്പോർട്ട് വായിച്ച അദ്ദേഹത്തിന്റെ കൈകൾ കോപം കൊണ്ടും സങ്കടം കൊണ്ടും വിറച്ചു. മീരയുടെ ഭർത്താവ് രാഘവ് ആണെന്നും അവൻ പണത്തോടുള്ള ആർത്തി മൂലം സ്വന്തം കമ്പനിയിലെ ചെയർമാന്റെ മകളായ സാനിയെ കെണിയിൽ വീഴ്ത്താൻ വേണ്ടിയാണ് 8 മാസം ഗർഭിണിയായ മീരയെ ആ അർദ്ധരാത്രിയിൽ ക്രൂരമായി തെരുവിൽ ഉപേക്ഷിച്ചതെന്നും അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഓഫീസിലെ വലിയ കസേരയിലിരുന്ന് ചെയർമാൻ തന്റെ മുൻകാല ജീവിതത്തിലേക്ക് ഓർമ്മകൾ കടന്നുപോയി. 30 വർഷങ്ങൾക്ക് മുമ്പ് തന്റെ സ്വന്തം മകൾക്കും ഇതുപോലെ ഒരു ചതിയിൽ നിന്നും സമാനമായ അനുഭവമുണ്ടായിരുന്നു. അന്ന് അവളെ സംരക്ഷിക്കാൻ തനിക്ക് കഴിഞ്ഞിരുന്നില്ല. ആ ഓർമ്മകൾ അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറച്ചു. അദ്ദേഹം ദേഷ്യത്തോടെ സ്വയം പറഞ്ഞു, ഇത്തവണ പണക്കൊഴുപ്പ് കൊണ്ട് ഒരു മകളുടെയും ജീവിതം തകർക്കാൻ ഞാൻ ഈ രാഘവനെ സമ്മതിക്കില്ല. അവന് നിയമം നൽകുന്നതിനേക്കാൾ വലിയ ശിക്ഷ ജീവിതം തന്നെ നൽകും. പക്ഷെ അതിനു മുമ്പ് ആ പാവ മകളെ എനിക്ക് സഹായിക്കണം. ചെയർമാൻ മീരക്ക് നേരിട്ട് പണം നൽകി സഹായിക്കാൻ ആഗ്രഹിച്ചില്ല. കാരണം ആത്മാഭിമാനമുള്ള അവൾ അത് സ്വീകരിക്കില്ലെന്നും അത് അവളുടെ മനസ്സിൽ ഒരു ദാനമായി തോന്നി വിഷമം ഉണ്ടാക്കുമെന്നും അദ്ദേഹം ഭയന്നു. അതിനു പകരം അവളെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തിയാക്കുകയാണ് വേണ്ടതെന്ന് അദ്ദേഹം ഉറപ്പിച്ചു. അവളുടെ യോഗ്യതക്കനുസരിച്ച് തന്റെ സ്വന്തം കമ്പനിയിൽ തന്നെ അവൾക്കൊരു ജോലി നൽകാൻ അദ്ദേഹം തീരുമാനിച്ചു. ചെയർമാൻ ഓഫീസിൽ നിന്നും പ്രത്യേക അനുമതിയോടെ ആ നിയമന ഉത്തരവ് തയ്യാറാക്കി. ഒരു വൈകുന്നേരം ചെയർമാന്റെ കമ്പനിയിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ മീര താമസിക്കുന്ന ചെറിയ വാടക മുറിയിലെത്തി. ആ സമയം അവൾ കുഞ്ഞിനെ തൊട്ടിൽ കിടത്തി ഉറക്കുകയായിരുന്നു. വന്നയാൾ മീരയുടെ കൈകളിലേക്ക് ഒരു കവർ നീട്ടി. മാഡം, ഇത് നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ ആണ്. ഞങ്ങളുടെ കമ്പനിയിൽ നിങ്ങൾക്ക് ജോലി ലഭിച്ചിരിക്കുന്നു, അദ്ദേഹം പറഞ്ഞു. മീര അത്ഭുതത്തോടെ ആ കവർ വാങ്ങി തുറന്നു നോക്കി. അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. സർ, പക്ഷെ ഞാൻ ഈ കമ്പനിയിലേക്ക് ജോലിക്കായി വന്നിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് എനിക്ക് ജോലി ലഭിച്ചത്? ഇതാരെങ്കിലും എനിക്ക് തരുന്ന ദാനമാണോ? എങ്കിൽ എനിക്കിത് വേണ്ട, അവൾ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. അപ്പോൾ ആ ഉദ്യോഗസ്ഥൻ പുഞ്ചിരിയോടെ മറുപടി നൽകി. മാഡം, ഇതൊരിക്കലും ഒരു ദാനമല്ല. ഞങ്ങളുടെ ചെയർമാൻ സാർ നിങ്ങളുടെ പശ്ചാത്തലവും അധ്വാനവും ചെയ്യാനുള്ള മനസ്സും മനസ്സിലാക്കി നൽകിയതാണ്. അധ്വാനിക്കാൻ മനസ്സുള്ളവർക്ക് ഞങ്ങളുടെ കമ്പനി നൽകുന്ന ഒരു അവസരമാണിത്. അത് കേട്ടപ്പോൾ മീരയുടെ മനസ്സിൽ വലിയൊരു ആശ്വാസം തോന്നി. അവൾ പറഞ്ഞു, എന്റെ കോളേജ് പഠനം പൂർണ്ണമല്ലായിരിക്കാം, ഇടക്ക് വെച്ച് നിന്നു പോയതാണ്. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസത്തെ ജീവിതം എന്നെ ഒരുപാട് അനുഭവങ്ങൾ പഠിപ്പിച്ചു. ഒരു പുസ്തകത്തിനും തരാൻ കഴിയാത്ത വലിയ പാഠങ്ങൾ. ഈ ജോലി ഞാൻ സ്വീകരിക്കുന്നു. എന്റെ അധ്വാനം കൊണ്ട് ഞാൻ എന്റെ മകളെ വളർത്തും. അവളെ ആരുടെയും മുന്നിൽ കൈനീട്ടാൻ ഞാൻ അനുവദിക്കില്ല. പിറ്റേന്ന് രാവിലെ ശാരദ അമ്മയുടെ അരികിൽ തന്റെ കുഞ്ഞു മകളായ ആശയെ ഏൽപ്പിച്ച് നെറ്റിയിൽ സിന്ദൂരം ചാർത്താതെ ഒരു പുതിയ ആത്മവിശ്വാസത്തോടെ മീര കമ്പനിയിലേക്ക് ജോലിക്കായി പുറപ്പെട്ടു. എന്നാൽ താൻ ജോലി ചെയ്യാൻ പോകുന്നത് തന്നെ ചതിച്ച ഭർത്താവ് രാഘവ് ഉയർന്ന പദവിയിലിരിക്കുന്ന അതേ കമ്പനിയാണെന്നും അവിടുത്തെ ചെയർമാനാണ് താൻ ജീവൻ രക്ഷിച്ച ആ വൃദ്ധനെന്നും അവൾ അറിഞ്ഞിരുന്നില്ല. കമ്പനിയിൽ എത്തിയ മീരയെ ചെയർമാന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം സ്പെഷ്യൽ പ്രൊജക്ട് അസിസ്റ്റന്റ് എന്ന ഉയർന്ന പദവിയിലാണ് നിയമിച്ചത്. ആദ്യത്തെ ദിവസം തന്നെ തന്റെ പുതിയ ബോസിനെ കണ്ട് റിപ്പോർട്ട് ചെയ്യാനായി അവൾ മാനേജർക്കൊപ്പം ഉയർന്ന ഉദ്യോഗസ്ഥന്റെ ക്യാബിനിലേക്ക് നടന്നു. വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയ മീര കണ്ടത് ജനാലിലൂടെ പുറത്തേക്ക് നോക്കി ഫോൺ ചെയ്തു നിൽക്കുന്ന ആളെയാണ്. മാനേജർ പറഞ്ഞു, സർ, ഇത് പുതിയ ജീവനക്കാരി മീര. ചെയർമാൻ ഓഫീസിൽ നിന്നുള്ള പ്രത്യേക അനുമതിയോടെ എത്തിയതാണ്. ഫോൺ കട്ട് ചെയ്ത് തിരിഞ്ഞു നോക്കിയ രാഘവ് മീരയെ കണ്ട് ആകെ നെട്ടിപ്പോയി. അവന്റെ കൈകളിൽ നിന്നും ഫോൺ താഴെ വീഴാൻ പോയി. മരിച്ചുപോയി എന്ന് താൻ ഉറച്ചു വിശ്വസിച്ചിരുന്ന മീര തികച്ചും സുന്ദരിയായി ആത്മവിശ്വാസത്തോടെ തന്റെ മുന്നിൽ വന്നു നിൽക്കുന്നു. രാഘവന്റെ മുഖം വിളറി വെളുത്തു. അവൻ പെട്ടെന്ന് സ്വയം നിയന്ത്രിച്ചുകൊണ്ട് മാനേജറോട്
മീരയോട് പറഞ്ഞു. ശരി, താൻ പുറത്തു നിൽക്ക്, എനിക്ക് ഇവളോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. മാനേജർ പുറത്തു പോയ ഉടൻ തന്നെ രാഘവൻ കസേരയിൽ നിന്നും എഴുന്നേറ്റ് വന്ന് മീരയുടെ കൈകളിൽ ബലമായി പിടിച്ചു. അവന്റെ കണ്ണുകളിൽ ഭയവും ദേഷ്യവും കലർന്നിരുന്നു. നീ എങ്ങനെ ഇവിടെ എത്തി? നീ മരിച്ചുപോയി എന്നാണ് ഞാൻ കരുതിയത്. നീ എന്തിനാണ് എന്റെ ജീവിതത്തിലേക്ക് വീണ്ടും വന്നത്? നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? അവൻ ദേഷ്യത്തിൽ ചോദിച്ചു. മീര ഒട്ടും ഭയപ്പെടാതെ രാഘവന്റെ കൈകൾ തട്ടിമാറ്റി. അവളുടെ കണ്ണുകളിൽ പഴയ പാവം പെൺകുട്ടിയായിരുന്നില്ല, മറിച്ച് പ്രതിസന്ധികളോട് പോരാടി ജയിച്ച ഒരമ്മയായിരുന്നു. അവൾ ശാന്തവും എന്നാൽ ദൃഢവുമായ സ്വരത്തിൽ പറഞ്ഞു. നീ ആ കനത്ത മഴയുള്ള രാത്രിയിൽ എന്നെ തള്ളി പുറത്താക്കിയപ്പോൾ ഞാൻ മരിക്കുമെന്നാണോ നീ കരുതിയത്? പക്ഷേ ദൈവം എന്നെ രക്ഷിച്ചു. നീ ഓടി ഒളിച്ച അതേ വഴിയിലൂടെ ഞാൻ എന്റെ അധ്വാനം കൊണ്ട് നടന്നു കയറിയതാണ് രാഘവ്. നീ പേടിക്കേണ്ട, ഞാൻ ഇവിടെ ജോലി ചെയ്യാൻ മാത്രമാണ് വന്നത്. എനിക്ക് എന്റെ മകളെ വളർത്തണം. രാഘവൻ അവളെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. നീ കൂടുതൽ കളിക്കാൻ നിൽക്കണ്ട, ഇതെന്റെ സാമ്രാജ്യമാണ്. നീ ഇവിടെ ജോലി ചെയ്യണമെങ്കിൽ പഴയ കാര്യങ്ങൾ ആരും അറിയരുത്. നീ അത് പുറത്തു പറഞ്ഞാൽ നിന്റെ ജോലിയും ജീവിതവും ഞാൻ ഇല്ലാതാക്കും. മീര പുച്ഛത്തോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. സത്യം പറയുന്നവർക്ക് ഭയമല്ല രാഘവ്, ധൈര്യമാണ് ഉണ്ടാകുക. നിന്റെ പൊട്ട ഭീഷണികൾ എന്നെ ഭയപ്പെടുത്തില്ല. അതേസമയം രാഘവൻ ഈ കമ്പനിയിൽ സാനിയുടെ വിശ്വാസം മുതലെടുത്ത് കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്നുണ്ടെന്ന് ചെയർമാൻ രഹസ്യമായി കണ്ടെത്തി കഴിഞ്ഞിരുന്നു. അവൻ കമ്പനിയുടെ പണം വ്യാജ അക്കൗണ്ടുകളിലേക്ക് മാറ്റുന്നതിന്റെ ഡിജിറ്റൽ തെളിവുകൾ ചെയർമാന്റെ വിശ്വസ്തനായ ഉദ്യോഗസ്ഥൻ ശേഖരിച്ചിരുന്നു. ഉദ്യോഗസ്ഥൻ ചെയർമാനോട് ചോദിച്ചു. സർ, രാഘവന്റെ തട്ടിപ്പുകൾ വ്യക്തമാണ്. നമുക്കിപ്പോൾ തന്നെ പോലീസിനെ വിവരം അറിയിച്ചൂടെ? ചെയർമാൻ കസേരയിൽ ഇരുന്ന് ദൂരേക്ക് നോക്കി പതുക്കെ പറഞ്ഞു. ഇപ്പോൾ വേണ്ട. അവൻ വിചാരിക്കട്ടെ കളി ഇപ്പോഴും അവന്റെ കൈകളിലാണെന്ന്. അവൻ കൂടുതൽ തട്ടിപ്പുകൾ നടത്തി സ്വയം കുഴിയിൽ വീഴട്ടെ. അവന്റെ അഹങ്കാരം പൂർണ്ണമായും തകരുന്ന ദിവസം വരുന്നുണ്ട്. അതുവരെ മീരയോട് ഒന്നും പറയണ്ട. അവൾ അവളുടെ ജോലി ചെയ്യട്ടെ. രാഘവൻ വലിയൊരു കെണിയിലേക്കാണ് വീഴുന്നതെന്ന് അവൻ അറിഞ്ഞിരുന്നില്ല. ദിവസങ്ങൾ കടന്നുപോയി. കമ്പനിയിൽ മീരയുടെ അധ്വാനവും കാര്യപ്രാപ്തിയും എല്ലാവരുടെയും പ്രശംസ പിടിച്ചുപറ്റി. ചെയർമാന്റെ പ്രത്യേക പ്രൊജക്ടുകൾ അവൾ വളരെ ഭംഗിയായി കൈകാര്യം ചെയ്തു. ഇതിനിടയിൽ രാഘവന്റെ പ്രതിശ്രുത വധുവായ സാനിയ കമ്പനിയിൽ വരികയും മീരയുമായി പരിചയപ്പെടുകയും ചെയ്തു. മീരയുടെ ശാന്തമായ സ്വഭാവവും നന്മയും സാനിയക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അവർ തമ്മിൽ വേഗത്തിൽ സുഹൃത്തുക്കളായി മാറി. തങ്ങൾ രണ്ടുപേരും സ്നേഹിക്കുന്നത് ഒരേ പുരുഷനെയാണെന്ന് സാനിയ അറിഞ്ഞിരുന്നില്ല. എന്നാൽ ഈ സൗഹൃദം രാഘവനെ വല്ലാതെ ഭയപ്പെടുത്തി. മീര എങ്ങാനും പഴയ സത്യങ്ങൾ സാനിയയോട് പറയുമോ എന്നവൻ ഭയന്നു. അവൻ സാനിയയോട് മീരയെക്കുറിച്ച് കള്ളങ്ങൾ പറഞ്ഞു. സാനിയ, ആ മീര അത്ര നല്ല പെണ്ണല്ല. അവൾ മുൻപ് ജോലി ചെയ്ത സ്ഥലത്തെല്ലാം പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ട്. നീ അവളോട് കൂടുതൽ അടുക്കരുത്. പക്ഷേ സാനിയക്ക് രാഘവന്റെ ഈ അനാവശ്യമായ പരിഭ്രാന്തിയിൽ വലിയ സംശയം തോന്നിത്തുടങ്ങി. അവൾ രാഘവനെ രഹസ്യമായി നിരീക്ഷിക്കാൻ തീരുമാനിച്ചു. ഒരു വൈകുന്നേരം മീര ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ അവിടെ ശാരദ അമ്മയോടൊപ്പം ഒരു അപരിചിതയായ വൃദ്ധ ഇരിക്കുന്നത് കണ്ടു. മീരയെ കണ്ടതും ആ വൃദ്ധ എഴുന്നേറ്റ് അവളുടെ കൈകളിൽ പിടിച്ചു. മോളെ മീര, നീ എന്നെ അറിയില്ലായിരിക്കാം. ഞാൻ രാഘവന്റെ പഴയ നാട്ടിലെ അയൽവാസിയാണ്. 20 വർഷമായി ഞാൻ അവനെ കാണുന്നതാണ്, അവർ പറഞ്ഞു. മീര അത്ഭുതത്തോടെ അവരെ നോക്കി. ആ വൃദ്ധ തന്റെ കയ്യിലിരുന്ന ഒരു പഴയ ജീർണിച്ച ഡയറി മീരയുടെ കൈകളിലേക്ക് വെച്ചു കൊടുത്തു. ഇത് രാഘവന്റെ മരിച്ചുപോയ അച്ഛന്റെ ഡയറിയാണ്. അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് വിതുമ്പിക്കൊണ്ടാണ് ഇതെന്റെ കൈകളിൽ ഏൽപ്പിച്ചത്. പണത്തോടുള്ള അമിതമായ ആർത്തി മൂലം രാഘവ് നിനക്ക് മുൻപ് 2 പാവം പെൺകുട്ടികളുടെ ജീവിതം ഇതുപോലെ കള്ളങ്ങൾ പറഞ്ഞ് തകർത്തിട്ടുണ്ട്. പണമുള്ള വീട് കാണുമ്പോൾ അവൻ പഴയ ബന്ധങ്ങൾ ഉപേക്ഷിക്കും. അവന്റെ അച്ഛൻ ഒരുപാട് നല്ല മനുഷ്യനായിരുന്നു. പക്ഷേ മകന്റെ ഈ ക്രൂരതകൾ കണ്ട് മനസ്സ് നൊന്താണ് അദ്ദേഹം മരിച്ചത്. അവനൊരു ദിവസം എല്ലാം നഷ്ടപ്പെട്ട് തെരുവിൽ വീഴുമെന്ന് അദ്ദേഹം ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്, വൃദ്ധ കണ്ണീരോടെ പറഞ്ഞു. ഡയറിയിലെ താളുകൾ മറിച്ചു നോക്കിയ മീരക്ക് രാഘവന്റെ ക്രൂരതകളുടെ ആഴം പൂർണ്ണമായി ബോധ്യമായി. താൻ ആദ്യത്തെ ഇരയല്ലെന്നും അവനൊരു പ്രൊഫഷണൽ ചതിയനാണെന്നും അവൾ തിരിച്ചറിഞ്ഞു. ആ സമയത്താണ് മീരയെ പിന്തുടർന്ന് രാഘവൻ ആ ചേരിയിലെ മുറിയിലേക്ക് ദേഷ്യത്തോടെ കയറി വന്നത്. അവൾ കൈകളിൽ പിടിച്ചിരിക്കുന്ന ഡയറി കണ്ടതും അവന്റെ മുഖത്ത് ഭയം നിഴലിച്ചു. അവൻ ആക്രോശിച്ചു. മീര, നീ എന്റെ പഴയ കാര്യങ്ങൾ അന്വേഷിച്ചു നടക്കുകയാണല്ലേ? തരികിട ഡയറിയും കാണിച്ച് നീ സാനിയുടെ അടുത്ത് പോയാൽ നിന്റെ കളി ഞാൻ തീർക്കും. മര്യാദക്ക് ആ ഡയറി എനിക്ക് തന്നോളൂ. അവൻ അവളിൽ നിന്നും അത് പിടിച്ചു വാങ്ങാൻ ആഞ്ഞു. പക്ഷെ മീര ആ ഡയറി നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. രാഘവ്, നിന്നെ വിശ്വസിച്ച് ഇറങ്ങി പുറപ്പെട്ട ആ രാത്രിയിൽ തന്നെ എന്റെ ഏറ്റവും വലിയ തോൽവി കഴിഞ്ഞതാണ്. ഇനി നിനക്ക് എന്നിൽ നിന്നും ഒന്നും തട്ടിയെടുക്കാൻ കഴിയില്ല. നിന്റെ അഹങ്കാരത്തിന് കാലം മറുപടി നൽകും. രാഘവൻ അവളെ ഉപദ്രവിക്കാൻ കൈ ഓങ്ങിയെങ്കിലും വാതിൽക്കൽ ഒരു കാർ വന്നു നിന്നു. അതിൽ നിന്നും ഇറങ്ങിയത് മറ്റാരുമല്ല, സാനിയും ചെയർമാന്റെ ആളുകളുമായിരുന്നു. രാഘവൻ അവിടെ വെച്ച് പൂർണ്ണമായും നെട്ടിപ്പോയി. ചതിയുടെ മുഖം മൂടി അഴിയാൻ ഇനി നിമിഷങ്ങൾ മാത്രം ബാക്കി. അവൻ വിക്കി വിറച്ചുകൊണ്ട് പറഞ്ഞു. സാനിയ, നീ എന്താണ് ചേരിയിൽ? ഞാൻ ഇവിടുത്തെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വന്നതാണ്. ഈ മീര നമ്മളെ ചതിക്കാൻ നോക്കുകയാണ്. എന്നാൽ സാനിയുടെ കണ്ണുകൾ
കണ്ണുകളിൽ കടുത്ത ദേഷ്യവും നിരാശയുമായിരുന്നു. അവൾ രാഘവന്റെ കവിളിൽ ശക്തമായി അടിച്ചു. "നിന്റെ കള്ളങ്ങൾ ഇനി ഞാൻ കേൾക്കില്ല രാഘവ്. നീ എന്നോട് പറഞ്ഞത് നീ അനാഥനാണെന്നാണ്. എന്നാൽ നീ നിന്റെ അച്ഛനെ പോലും തള്ളിപ്പറഞ്ഞു. പോരാത്തതിന് ഗർഭിണിയായ സ്വന്തം ഭാര്യയെ തെരുവിൽ ഉപേക്ഷിച്ച മൃഗമാണ് നീ എന്ന് ഞാൻ അറിഞ്ഞു," സാനിയ ഉറക്കെ വിളിച്ചു പറഞ്ഞു. പിറ്റേന്ന് രാവിലെ കമ്പനിയുടെ വലിയ കോൺഫറൻസ് ഹാളിൽ ചെയർമാൻ അടിയന്തര ബോർഡ് മീറ്റിംഗ് വിളിച്ചുകൂട്ടി. എല്ലാ ഉയർന്ന ഉദ്യോഗസ്ഥരും അവിടെ വന്നു. രാഘവൻ തല താഴ്ത്തി ഒരു മൂലയിൽ നിന്നു. ചെയർമാൻ പ്രൊജക്ടർ ഓൺ ചെയ്യാൻ ആവശ്യപ്പെട്ടു. സ്ക്രീനിൽ തെളിഞ്ഞത് രാഘവൻ കഴിഞ്ഞ 18 മാസങ്ങളായി കമ്പനിയിൽ നിന്നും കോടിക്കണക്കിന് രൂപ വ്യാജ അക്കൗണ്ടിലേക്ക് മാറ്റിയതിന്റെ കൃത്യമായ ബാങ്ക് വിവരങ്ങളും അവൻ ഒപ്പിടുന്നതിന്റെ CCTV ദൃശ്യങ്ങളുമായിരുന്നു. തന്റെ തട്ടിപ്പുകൾ പൂർണ്ണമായി പുറത്തായെന്ന് മനസ്സിലായ രാഘവൻ ചെയർമാന്റെ മുന്നിൽ കൈകൂപ്പി കരയാൻ തുടങ്ങി. "സർ, എന്നോട് ക്ഷമിക്കണം. ഇതാരോ എനിക്കെതിരെ ചെയ്ത ഗൂഢാലോചനയാണ്. ഞാൻ നിരപരാധിയാണ്." അവൻ വീണ്ടും കള്ളം പറയാൻ ശ്രമിച്ചു. അപ്പോൾ ചെയർമാൻ തന്റെ കസേരയിൽ നിന്നും എഴുന്നേറ്റ് രാഘവന്റെ അരികിലേക്ക് നടന്നു വന്നു. വളരെ ഗൗരവമുള്ള സ്വരത്തിൽ അദ്ദേഹം ചോദിച്ചു, "രാഘവ്, തെറ്റുകൾ മനുഷ്യർക്ക് ഒരു തവണ പറ്റാം. പക്ഷെ നീ ചതി ഒരു ശീലമാക്കിയവനാണ്. പണത്തിനു വേണ്ടി നീ സ്വന്തം അച്ഛനെയും നിന്നെ സ്നേഹിച്ച പെൺകുട്ടികളെയും ചതിച്ചു. ഒടുവിൽ എന്റെ മകളെയും നീ കെണിയിൽ വീഴ്ത്താൻ നോക്കി. ഈ ലോകത്തിൽ ഏറ്റവും ഭാരമുള്ള വസ്തു എന്താണെന്ന് നിനക്കറിയാമോ? അത് നമ്മൾ മറ്റുള്ളവരോട് ചെയ്യുന്ന അനീതിയാണ്. അതൊരു ദിവസം നമ്മളെ തന്നെ അമർത്തിക്കളയും." രാഘവൻ ഓടിച്ചെന്ന് മീരയുടെ കാലുകളിൽ വീണു. "മീര, എന്നോട് ക്ഷമിക്കൂ. ഞാൻ ചെയ്തതെല്ലാം തെറ്റാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. നമ്മുടെ കുഞ്ഞിനെ ഓർത്ത് നീ എന്നെ ഈ അവസ്ഥയിൽ നിന്നും രക്ഷിക്കണം. ഞാൻ എല്ലാം ശരിയാക്കാം," അവൻ നിലവിളിച്ചു. മീര തന്റെ സാരിത്തുമ്പ് രാഘവന്റെ കൈകളിൽ നിന്നും പതുക്കെ മാറ്റി. അവളുടെ കണ്ണുകളിൽ അവനോട് ലേശം പോലും ദയ ഉണ്ടായിരുന്നില്ല. അവൾ ശാന്തവും എന്നാൽ ദൃഢവുമായ സ്വരത്തിൽ പറഞ്ഞു, "രാഘവ്, അന്നാ കനത്ത മഴയുള്ള രാത്രിയിൽ ഞാൻ നിന്റെ കാറിന്റെ വാതിലിൽ പിടിച്ച് ഇതുപോലെ കരഞ്ഞതാണ്. അന്ന് നമ്മുടെ കുഞ്ഞിനെ ഓർക്കാൻ നിനക്ക് സമയമുണ്ടായിരുന്നില്ല. ഇന്ന് നിന്റെ ഈ അവസ്ഥയിൽ സഹതാപം കാണിക്കാൻ എനിക്കും സമയമില്ല. ചില ബന്ധങ്ങൾ തകരുകയല്ല, മരിക്കുകയാണ് ചെയ്യുന്നത്. മരിച്ചുപോയ ബന്ധങ്ങളെ വീണ്ടും ജീവിപ്പിക്കാൻ ആർക്കും കഴിയില്ല. നീ എന്നെ ഒരു ഭാരമായിട്ടാണ് കണ്ടത്. എന്നാൽ ഇന്ന് ഞാൻ നിനക്ക് മുന്നിൽ തല ഉയർത്തി നിൽക്കുന്നു." ചെയർമാൻ പോലീസിനെ അകത്തേക്ക് വിളിച്ചു. സബ് ഇൻസ്പെക്ടർ രാഘവന്റെ കൈകളിൽ വിലങ്ങ് വെച്ചു. ചെയർമാൻ പറഞ്ഞു, "രാഘവ്, ഇന്നത്തോടെ നിന്നെ കമ്പനിയിൽ നിന്നും പുറത്താക്കുന്നു. നീ ചെയ്ത സാമ്പത്തിക തട്ടിപ്പുകൾക്കും മീരയോട് കാണിച്ച ക്രൂരതകൾക്കും ഇനി നീ ജയിലിനുള്ളിൽ കിടന്ന് അനുഭവിക്കണം." പണത്തിനു പുറകെ അന്ധമായി പാന രാഘവിന് ഒടുവിൽ പണവും പദവിയും താൻ സ്നേഹിച്ചതായി അഭിനയിച്ച പെൺകുട്ടിയെയും നഷ്ടപ്പെട്ടു. അവൻ പൂർണ്ണമായും തകർന്നു പോയി. ചതിയുടെ കോട്ടകൾ അങ്ങനെ തകർന്നടിഞ്ഞു. രാഘവന്റെ പതനത്തിനു ശേഷം കമ്പനിയുടെ വലിയൊരു ചടങ്ങിൽ വെച്ച് ചെയർമാൻ മീരയെ വിദേശ കമ്പനിയുമായിട്ടുള്ള ഏറ്റവും വലിയ പ്രൊജക്ടിന്റെ പുതിയ ഡയറക്ടറായി പ്രഖ്യാപിച്ചു. നിറഞ്ഞ കയ്യടികളോടെയാണ് കമ്പനി ജീവനക്കാർ ആ തീരുമാനം വരവേറ്റത്. വേദിയിലെ മൈക്കിന് മുന്നിൽ നിന്നുകൊണ്ട് ചെയർമാൻ സദസ്സിനോടായി പറഞ്ഞു, "ഇന്ന് നമ്മൾ വെറും ഒരു പുതിയ ഡയറക്ടറെയല്ല സ്വാഗതം ചെയ്യുന്നത്, മറിച്ച് ഒരു പുതിയ ചിന്താഗതിയെയാണ്. അന്നാ കനത്ത മഴയുള്ള രാത്രിയിൽ വിജനമായ റോഡിൽ ചോരയൊലിപ്പിച്ചു കിടന്ന വൃദ്ധൻ ഞാനായിരുന്നു. കാറുകളിൽ പോയ പല വലിയ പണക്കാരും എന്നെ തിരിഞ്ഞു നോക്കിയില്ല. പ്രസവ വേദന കൊണ്ട് പിടഞ്ഞ ആ മകൾ മാത്രമാണ് സ്വന്തം അവസ്ഥ മറന്ന് എന്നെ രക്ഷിക്കാൻ ഓടിയെത്തിയത്. അന്ന് ദൈവം എനിക്ക് നഷ്ടപ്പെട്ട എന്റെ മകളെ തിരികെ തരികയായിരുന്നു. മക്കൾ അച്ഛന്റെ പാദം തൊടുകയല്ല, നെഞ്ചോട് ചേരുകയാണ് വേണ്ടത്." അദ്ദേഹം മീരയെ കെട്ടിപ്പിടിച്ചു. അത് കേട്ട് മീരയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. വേദിക്ക് താഴെ ശാരദ അമ്മയുടെ കൈകളിൽ ഇരുന്ന മീരയുടെ കുഞ്ഞുമകൾ ആശ ഓടി വന്ന് ചോദിച്ചു, "അമ്മേ, ആ മുത്തശ്ശൻ എന്തിനാ അമ്മയെ കരയിപ്പിക്കുന്നത്?" അത് കേട്ട് ശാരദ അമ്മ പുഞ്ചിരിയോടെ പറഞ്ഞു, "മോളെ, ഇത് സങ്കടക്കണ്ണീരല്ല. സ്വന്തമായി ഒരാളെയും ഒരുപാട് സ്നേഹവും തിരികെ കിട്ടിയ സന്തോഷത്തിന്റെ കണ്ണീരാണ്." ചെയർമാൻ ആ കുഞ്ഞിനെ എടുത്ത് മാറോട് ചേർത്തു. ആ സമയത്ത് പോലീസ് വണ്ടിയിലേക്ക് കയറ്റുന്നതിന് തൊട്ടു മുമ്പ് രാഘവൻ ദൂരെ നിന്നും ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. താൻ തള്ളിക്കളഞ്ഞ ഭാര്യ ഇന്ന് കമ്പനിയുടെ അധിപയായി മാറിക്കഴിഞ്ഞു. അവൻ കരഞ്ഞുകൊണ്ട് മീരയെ നോക്കി ആംഗ്യം കാണിച്ചു. മീര അവന്റെ അരികിലേക്ക് നടന്നു ചെന്നു. അവൾ രാഘവനോട് പറഞ്ഞു, "രാഘവ്, നീ ചെയ്ത തെറ്റിന് ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു. കാരണം എന്റെ ഉള്ളിൽ വെറുപ്പ് വെച്ചുകൊണ്ട് എനിക്ക് എന്റെ മകളെ വളർത്തേണ്ട. പക്ഷെ എന്റെ ജീവിതത്തിലേക്ക് തിരികെ വരാൻ നിനക്കിനി ഒരിക്കലും അനുവാദമില്ല. നന്മയുള്ളവർക്ക് ഒടുവിൽ വിജയം ഉണ്ടാകും. ഇതാണ് നിനക്കുള്ള ഏറ്റവും വലിയ ശിക്ഷ." അവിടെ ഒരു പുതിയ ചരിത്രം കുറിക്കപ്പെടുകയായിരുന്നു. ചെയർമാൻ സ്ഥാപിച്ച പുതിയ ചാരിറ്റി ട്രസ്റ്റിന്റെ ഉദ്ഘാടനവും മീര നിർവഹിച്ചു. അവൾ ചെയർമാന്റെയും ശാരദ അമ്മയുടെയും ആശയുടെയും കൈപിടിച്ച് പ്രത്യാശ നിറഞ്ഞ പുതിയൊരു ജീവിതത്തിലേക്ക് നടന്നു നീങ്ങി. ചതിയുടെ ഇരുട്ടിനെ തോൽപ്പിച്ച് നന്മയുടെ വെളിച്ചം അവിടെ പൂർണ്ണമായി വിജയിച്ചു.